ഹലോ ഓൾ, എല്ലാവർക്കും PSC മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ LDC പരീക്ഷ അടുത്ത് വന്നുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പഠനത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 27 ടോപ്പിക്കുകൾ, ഈ 27 ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LDC പരീക്ഷയ്ക്ക് നല്ലൊരു സ്കോർ നേടാനായിട്ട് പറ്റും. അടുത്ത റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേരും ഉണ്ടാവും. ആ റാങ്ക് ലിസ്റ്റിലെ പേര് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ 27 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രി എന്നുള്ള വിഷയത്തിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള, അല്പം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു വിഷയമായിട്ടുള്ള ആറ്റം എന്നുള്ളൊരു ടോപ്പിക്ക് മുഴുവനും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഋതുനന്ദ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ടിട്ടുള്ള സംഭവം അല്ലേ ആറ്റം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിനെയും ഏതൊരു പദാർത്ഥത്തെയും നമ്മൾ കുഞ്ഞുതായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടാകും. അതായത് ഈ വസ്തുക്കളെ കട്ട് ചെയ്യുക എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിൽ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ കിട്ടും എന്നുള്ളതായിരുന്നു പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് കെമിസ്ട്രിയൊക്കെ ഇത്രയും മോഡേൺ ആവുന്നതിന്റെ മുൻപുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് പ്രകാരം പലരും ആ ഒരു അവസാനം കിട്ടുന്ന ഏറ്റവും ചെറിയ കണികയെ പല രീതിയിലും ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി. അതായത് ആറ്റം എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ, എന്തായിരിക്കും ആ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നുള്ളൊരു ഡെഫിനിഷനാണ് ആദ്യമായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. അതായത് ഏതൊരു വസ്തുവും എടുത്തു കഴിഞ്ഞാൽ, ഒരു മൂലകം, ഇപ്പോൾ ഓക്സിജൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അയൺ ആയിക്കോട്ടെ, എന്തൊരു സാധനം എടുത്തു കഴിഞ്ഞാലും ആ അയണിന്റെ സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക, ആ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റമോസ് എന്നുള്ള ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റമോസ് എന്ന് വെച്ചാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ആറ്റത്തെ കുറിച്ച് പറഞ്ഞ ആദ്യ ഇന്ത്യക്കാരൻ, അതായത് ആറ്റം എന്നുള്ളൊരു വസ്തുവിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രസ്താവിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് കണാദനാണ്. കണാദനാണ് ആറ്റം എന്നുള്ളൊരു വസ്തുവിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആറ്റം എന്നുള്ളൊരു വസ്തു ഉണ്ടെന്നും അതിനെക്കുറിച്ചുള്ള കുറച്ചധികം ഹൈപ്പോത്തിസിസുകളും അദ്ദേഹത്തിന്റെ പല കണ്ടെത്തലുകളും അവതരിപ്പിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആറ്റത്തിന്റെ ആ ഒരു സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ ആറ്റം എന്താണ് എന്നുള്ള ഇത്രയും വിശദീകരിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത് ജോൺ ഡാൾട്ടൺ ആയതുകൊണ്ട് തന്നെ ആറ്റം കണ്ടെത്തിയത് ആര് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ ഡാൾട്ടന്റെ പേര് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ഡാൾട്ടൺ ആണ്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. എന്താ? ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തം പ്രവചിച്ചിരിക്കുന്ന പുസ്തകമാണ് രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്നുള്ളത്. അപ്പോൾ എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം ആറ്റം എന്നൊരു വസ്തുവിനെ കുറിച്ചും അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചിട്ടും പ്രസ്താവിക്കുകയുണ്ടായി. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ SCERT കൊടുത്തിട്ടുള്ള പോയിന്റുകളാണ്. ജോൺ ഡാൾട്ടൺ എന്തൊക്കെയാണ് ആറ്റത്തെ കുറിച്ച് പറഞ്ഞത്? ആറ്റോമിക സിദ്ധാന്തം എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആശയങ്ങളെ നമ്മൾ പറയുക. എന്താ അത്? എല്ലാ പദാർത്ഥങ്ങൾക്കും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എന്ത് വസ്തു എടുത്തോട്ടെ, അത് ആറ്റം എന്ന് പറയുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് പുതുതായിട്ടൊരു ആറ്റം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവര് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ രാസപ്രവർത്തനത്തെ കുറിച്ചൊക്കെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പോകും. ഇവിടെ അദ്ദേഹം പറയുന്ന ആ ഒരു സിദ്ധാന്തം എന്ന് പറയുന്ന ഇതാണ്: രാസപ്രവർത്തന വേളയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആറ്റം ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞു പോവില്ല എന്നുള്ളതാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും എന്നുള്ളതാണ്. ഒരു മൂലകത്തിന്റെ, ഇപ്പൊ അയൺ ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ, ഓക്സിജന്റെ ഒരു ആറ്റം എടുത്താൽ ഓക്സിജന്റെ എല്ലാ ആറ്റങ്ങളും ഒരുപോലെ ഇരിക്കും. അതിന്റെ ഗുണങ്ങൾ ഒരുപോലെ ഇരിക്കും, വലിപ്പം ഒരുപോലെ ഇരിക്കും, അതിന്റെ മാസ് ഒരുപോലെ ഇരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ അയണിന്റെ ആണ് എടുക്കുന്നതെങ്കിൽ അയണിന്റെ ആറ്റത്തിന്റെ മാസും ഗുണങ്ങളും
എല്ലാം എന്ത് ചെയ്യും? ഒരുപോലെ ഇരിക്കും. അതുപോലെ ഏതൊരു മൂലകത്തിന്റെ എടുത്താലും ആ മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത കാര്യം കൂടെ പറയാലോ. എന്താ? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് എടുക്കുന്നതെങ്കിൽ അതിന് വ്യത്യസ്ത സ്വഭാവമായിരിക്കും ഉണ്ടാവുക. ഓക്സിജന്റെ ആറ്റം പോലെ അല്ല ഹൈഡ്രജന്റെ ആറ്റം ഇരിക്കുന്നത്. ഹൈഡ്രജന്റെ ആറ്റം പോലെ അല്ല മെർക്കുറിയുടെ ആറ്റം ഇരിക്കുന്നത്. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു പോയിന്റാണ്. ഇതറിഞ്ഞ ഇതും അറിയാം. പിന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തെക്കാൾ ചെറിയ കണികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കണികയെ കുറിച്ച് അദ്ദേഹം പറയുന്ന പോലുമില്ല, അത്തരത്തിൽ ആറ്റം എന്ന് പറയുന്നതാണ് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. പിന്നെന്താ? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ H2O എന്നുള്ളൊരു സംഭവം എടുത്തോട്ടെ. ഇവിടെ എന്താ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ ഒന്ന് ചേർന്നിട്ടാണ് ഈ ഒരു മോളിക്യൂൾ ഉണ്ടായി നിൽക്കുന്നത് അല്ലേ? ഇതൊരു സിമ്പിൾ റേഷ്യോ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള അനുപാതത്തിലാണ് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാതെ 200.2 ആറ്റവും 102.3 ആറ്റവും എന്നൊന്നും അല്ല പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോയിലാണ് അവരെ ഒന്നിച്ച് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായിട്ടുള്ള അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ചത്. ഇതോടൊപ്പം തന്നെ നമുക്ക് എന്ത് പറയാം? ആറ്റം എന്ന് പറയുന്ന ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആരാ? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഇത്രയും ഹൈപ്പോത്തസിസ് തന്നിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. ജോൺ ഡാൾട്ടൺ ആണ് ഈ പറയുന്ന ആറ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദം ഉണ്ടല്ലോ, ആ പദം ആദ്യമായി ആവിഷ്കരിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച വ്യക്തി എന്ന് പറയുന്ന ആരാ? അത് ഓസ്റ്റ്വാൾഡ് ആണ്. ഇത് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആരാണ്? ഓസ്വാൾഡ് ആണ് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്ന ആറ്റം എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മള് ജോൺ ഡാൾട്ടൺ എന്തൊക്കെയാണ് ആറ്റത്തെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം കണ്ടെത്തിയത് എന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അതായത് ഒരു വാക്വമായിട്ടുള്ള ട്യൂബിനകത്തുകൂടെ കാഥോഡ് റേസ് കടത്തി വിടുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം ആ കാഥോഡ് റേസ് കാണിക്കാനായിട്ട് തുടങ്ങി. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡോ കാണിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗത്തേക്ക് ഈ കാഥോഡ് റേസ് സഞ്ചരിക്കുന്നതായിട്ട് തോന്നി. കാഥോഡ് റേസ് എന്ന് പറയുമ്പോൾ ഒരു വാക്കുമായിട്ടുള്ള ഒരു ട്യൂബിന്റെ ഒരറ്റത്ത് കാഥോഡും ഒരറ്റത്ത് ആനോഡും വെച്ചിരിക്കുകയാണ്. കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഒരു പ്രവാഹം, ഒരു റേസ് സഞ്ചരിച്ചു പോകുന്നതായിട്ട് കണ്ടു. സഞ്ചരിക്കുന്ന ആ റേസിനെല്ലാം നെഗറ്റീവ് സ്വഭാവമുള്ളതായിട്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുകയാണ്. എന്താണത്? അങ്ങനെ കണ്ടുപിടിച്ച ആ ഒരു വസ്തുവാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആരാണ്? ജെ തോംസൺ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതെല്ലാം ആരാണ് കണ്ടുപിടിച്ചത് എന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് ജെ തോംസൺ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, കാഥോഡ് കിരണ ഡിസ്ചാർജ് നാളി പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. ഈ ഇലക്ട്രോൺ എന്താ സംഭവം? ആറ്റത്തിനകത്തിരിക്കുന്ന ഒരു വസ്തുവാണ്, നെഗറ്റീവ് സ്വഭാവമുള്ള വസ്തുവാണ് ഇലക്ട്രോൺ എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ പിന്നെ ജോൺ ഡാൾട്ടൺ പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോയില്ലേ? ആറ്റമാണ് ഏറ്റവും ചെറുത് എന്നുള്ളൊരു സംഭവം. കാരണം ആറ്റത്തിനകത്ത് ഇനിയും സംഭവങ്ങളുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കാഥോഡ് കിരണങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കാഥോഡിൽ നിന്ന് ആരംഭിച്ച് ആനോഡിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു. വൈദ്യുത മണ്ഡലത്തിന്റെ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാഥോഡ് റേസ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് പോലെ സഞ്ചരിക്കുകയുണ്ടായി. അതായത് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് റിപ്പൽ ചെയ്യുകയും പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവം കാണിക്കുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാഥോഡ് റേസ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അത് വഴി മാറി സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അല്ലെങ്കിൽ അതെങ്ങനെയാണ്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നും കണ്ടുപിടിച്ചു. അങ്ങനെ ഇലക്ട്രോൺ എന്ന് പറയുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിക്കുകയുണ്ടായി. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ആ കൂട്ടത്തിൽ തന്നെ ഇലക്ട്രോണിന്റെ മാസ് കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. 9.1 × 10⁻³ കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിച്ചതും ജെ തോംസൺ തന്നെയാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. -1.6 × 10⁻⁹ കൂളംബാണ് ചാർജ് എന്ന് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്?
അതാണ് എത്രയാണ് -1.6 × 10⁻⁻19 കുളുമ്പാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇങ്ങനെ ചാർജ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യതയുണ്ട്. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആണ്, ഇത്രയാണ് ചാർജ് എന്ന് പറഞ്ഞു അല്ലെ. ആ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്, എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ചാർജ്, എത്രയാണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അതുകൂടാതെ ഇലക്ട്രോണുകൾക്ക് ഇലക്ട്രോൺ എന്നുള്ള ഒരു പേര് നൽകിയത് ആരാ? അത് ജോൺ സ്റ്റോണിയാണ്. ഓക്കെ, അപ്പൊ ആറ്റത്തിന് പേര് നൽകിയത് ആരാ? അത് ഓസ്വാൾഡ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു പേര് നൽകിയ ആൾക്കാരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ആറ്റംസും നെഗറ്റീവ് സ്വഭാവത്തിലല്ലല്ലോ പെരുമാറുന്നത്. അല്ല, അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള സ്വഭാവത്തിലാണ് പെരുമാറുന്നത്. അത് അയോണായിട്ട് മാറ്റുന്ന സമയത്ത് മാത്രമേ അതൊരു ചാർജഡ് ആയിട്ടുള്ള വസ്തുവായിട്ട് നീങ്ങുന്നുള്ളൂ അല്ലേ. അല്ലാതെ ചാർജഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ചാർജ് ഉള്ളതുപോലെ മറ്റുള്ളതുമായിട്ട് അട്രാക്ട് ചെയ്യുക, റിപ്പൽ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് പൊതുവെ ആറ്റങ്ങളെല്ലാം. വൈദ്യുതപരമായിട്ട് ആറ്റങ്ങളെല്ലാം നിർവീര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു ചാർജ് ഉണ്ടാവണം. ആ ചാർജാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന സംഭവമാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ. അപ്പൊ എന്താ, പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഒരു മൂലകത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്ന മൗലിക കണമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് പ്രോട്ടോണിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ എലമെന്റിനെയും കണ്ടുപിടിക്കുക. 19 എന്നുള്ളൊരു നമ്പർ ഓഫ് പ്രോട്ടോൺ ഉള്ള വസ്തു ഉണ്ടെങ്കിൽ അത് ആ ഒരെണ്ണേ കാണൂ 19 ഉള്ളത്. അതായത് ഒരേ ആറ്റോമിക് നമ്പർ ആണെങ്കിൽ അത് ഒരേ മൂലകങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആറ്റോമിക് നമ്പറും പ്രോട്ടോണിന്റെ നമ്പറും എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിന്റെ നമ്പറാണ്. പ്രോട്ടോൺ എന്ന് പറയുന്ന മൗലിക കണമാണ്. ഓക്കെ, ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതായത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് വൈദ്യുതപരമായിട്ട് നിർവീര്യമായിട്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കും. തലയിൽ ഇങ്ങനെ എന്താ പറയുക, സ്കെയിൽ വെച്ച് ഉരച്ചിട്ട് നമ്മൾ പേപ്പറിൽ ഒട്ടുന്നതായിട്ടൊക്കെ പഠിക്കും. ഫിസിക്സിനകത്ത് നമ്മളത് പഠിക്കാറുണ്ട്. അതിനകത്ത് എന്താ ചെയ്യുന്നത്? അത് ചാർജ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് അയോണുകളെ അതായത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഒരു വസ്തു ചാർജ്ഡ് ആയിട്ട് മാറുന്നത്. അല്ലാത്ത പക്ഷം അതിലെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും എന്തായിരിക്കും? സെയിം നമ്പർ തന്നെയായിരിക്കും. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ഒരു ചാർജും ഉണ്ടാവുകയില്ല ആറ്റത്തിന്. ഓക്കെ, നമ്മൾ ഇലക്ട്രോൺ പറഞ്ഞു, പ്രോട്ടോൺ പറഞ്ഞു. അടുത്തതായിട്ട് ന്യൂട്രോൺ. എന്താ ന്യൂട്രോൺ? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.6749 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇത് മുഴുവനും നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയില്ല. ഏകദേശം പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസുകൾ സെയിം ആണ്. പക്ഷെ ന്യൂട്രോണിന്റെ മാസ് പ്രോട്ടോണിനേക്കാളും ഒരു ഇത്തിരി കൂടി കൂടുതലാണ്. അതായത് ഏറ്റവും മാസ് കൂടിയ ആറ്റത്തിനകത്തെ മൗലിക കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ആറ്റത്തിലെ സ്ഥിരത കുറഞ്ഞ കണവും ന്യൂട്രോൺ ആണ്. ഏറ്റവും സ്ഥിരത കുറഞ്ഞ കണവും എന്താണ്? ന്യൂട്രോൺ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 3 മൗലിക കണങ്ങളെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിന്റെ മാസ് വളരെ കുറവാണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിനകത്തെ ഏറ്റവും മാസ് കുറഞ്ഞ കണം ഇലക്ട്രോണും മാസ് കൂടിയത് ന്യൂട്രോണുമാണ്. ഓക്കെ, ഇനി ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. ന്യൂക്ലിയസ് എന്താണെന്ന് നമുക്കിനി അടുത്ത് നോക്കാം. ഇനി പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അതിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ 1 സാധനമാണ് അല്ലെ. അതായത് ഹൈഡ്രജനകത്ത് ഒരു പ്രോട്ടോണും ന്യൂട്രോണുകൾ ഇല്ലതാനും. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ഇരിക്കുന്നത്. അതായത് ഒരു പ്രോട്ടോൺ മാത്രമേ ഇതിനകത്തുള്ളൂ. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എടുത്താൽ അതൊരു പ്രോട്ടോണിന്റെ മാസ് ആയിരിക്കും. അതാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് ന്യൂട്രോണിന് ചാർജ് ഇല്ല. മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഏകദേശം തുല്യം തന്നെയാണ്. ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയുമാണ് ആറ്റത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മൗലിക കണങ്ങൾ. ഇങ്ങനെ 3 മൗലിക കണങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഈ 3 മൗലിക കണങ്ങൾക്കും ആന്റി പാർട്ടിക്കിളുകളുണ്ട് ആറ്റത്തിനകത്ത്. അതെന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് പോസിട്രോൺ.
പോസിട്രോൺ എന്ന് പറയുന്നത് ഒരു ആന്റി പാർട്ടിക്കിൾ ആണ് അല്ലെ. ഇത്തരത്തിലുള്ള ആന്റി പാർട്ടിക്കിളുകൾ ആറ്റത്തിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് കണ്ടുപിടിച്ചത് പോൾ ഡിറാക് ആണ്. അദ്ദേഹം പറഞ്ഞു ആന്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ആരാണ്? പോൾ ഡിറാക് ആണ്. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും പക്ഷെ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായിട്ടുള്ള പാർട്ടിക്കിളുകളാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ പോസിട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിന്റെ അതേ മാസ് ആണ്, പക്ഷെ ഇലക്ട്രോണിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് ആണ്, പോസിട്രോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പ്രോട്ടോണിന് എന്ത് ചാർജ് ആണോ അതിന്റെ ചാർജ് ആണ് ഇലക്ട്രോണിന്റെ മാസമാണ്. ഓക്കെ, പോസിട്രോൺ കണ്ടുപിടിച്ച ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ആന്റി പ്രോട്ടോൺ. നേരത്തെ നമ്മൾ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ പഠിച്ചു. അടുത്തത് എന്താ? ആന്റി പ്രോട്ടോൺ. പ്രോട്ടോണിന് തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായിട്ടുള്ള കണങ്ങളാണ് ആന്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ തുല്യ മാസ് ആണ്, പ്രോട്ടോണിന്റെ വിപരീത ചാർജ് അതായത് നെഗറ്റീവ് ചാർജുമാണ് ആന്റി പ്രോട്ടോൺ ഉള്ളത്. ആന്റി പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാ? ചേംബർലൈനും സെഗ്രേയുമാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ചേംബർലൈനും സെഗ്രേയുമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ. എന്താണ്? ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ആന്റി ന്യൂട്രോൺ എന്ന് പറയുന്നത്. ആന്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ള ആരാ? ബ്രൂസ് കോർക്ക് ആണ്. ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമ്മൾ എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചു വെച്ചേക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും അത് പഠിച്ചു പോവുക. എന്താണ്? ബ്രൂസ് കോർക്കാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ബാക്കി പലതും നമുക്ക് കൺസെപ്റ്റ് വെച്ച് പഠിക്കാം. ഇത്തരത്തിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ നമുക്ക് അല്ലാതെ ഒരു കോഡൊക്കെ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ നമ്മുടെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ആറ്റത്തിനകത്ത് പല സബ് ആറ്റോമിക് പാർട്ടിക്കിളുകളും ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ആറ്റത്തിനൊരു ഘടന ഉണ്ടാവും അല്ലെ. ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിളൊക്കെ ഈ ആറ്റത്തിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നതിന് ഒരു രൂപരേഖ ഉണ്ടാവും. അങ്ങനെ ആറ്റം മോഡലുകൾ അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത് ജെ തോംസൺ തന്നെയാണ്. അദ്ദേഹമാണല്ലോ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഇലക്ട്രോൺ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആറ്റത്തിന് ഒരു മോഡൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റത്തിന്റെ ആ ഒരു മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. അതിന് വാട്ടർ മെലൻ മോഡൽ എന്നുകൂടി ഒരു പേരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പേര് പറയുന്നേ? നോക്കിയേ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ആറ്റത്തിന്റെ രൂപരേഖ ഇങ്ങനെയായിരുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിയറിനകത്ത് കുറെ തണ്ണിമത്തനകത്ത് കുരുക്കൾ ഇരിക്കുന്നത് പോലെ ഇലക്ട്രോണുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിയർ ആണ് ഈ കാണിക്കുന്നത്. ഈ പ്ലസ് കാണിക്കുന്ന ഈ സ്പിയറിന്റെ ചാർജാണ്. അതിനകത്ത് ഇങ്ങനെ തണ്ണിമത്തന്റെ കുരു ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റൈസിൻ പുഡിങ്ങിനകത്തോ പ്ലം പുഡിങ്ങിനകത്തൊക്കെ പ്ലംസും റൈസിൻസും ഒക്കെ ഇരിക്കുന്നത് പോലെ ഇലക്ട്രോണുകൾ ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റത്തിന്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ള ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ തന്നെയാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇത്തരത്തില് ജെ തോംസൺ ആറ്റത്തിന്റെ ഒരു മോഡലൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തി നോക്കുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിളുകൾ അവർക്ക് എന്താന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആണ് അവർക്കുള്ളത്. ആൽഫ പാർട്ടിക്കിളിന് അദ്ദേഹം ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു വെച്ചു. നമുക്ക് അലുമിനിയം ഫോയിലൊക്കെ അറിയാല്ലേ, അതുപോലെ ഗോൾഡിന്റെ വളരെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ് ഈ പറയുന്ന ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ആൽഫ പാർട്ടിക്കിളുകളെ കടത്തി വിട്ടു. ആ സമയത്ത് തോംസന്റെ ആറ്റം മോഡൽ പോലെ ആയിരുന്നു ആറ്റങ്ങൾ ഇരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു? നമുക്കറിയാം, ഒരു പോസിറ്റീവ് സ്പിയർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞല്ലേ. അതായത് ഈ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഈ സ്പിയറിനകത്തൂടെ പോസിറ്റീവ് ചാർജുള്ള ഈ ആൽഫ പാർട്ടിക്കിൾ കടന്നു പോവോ? ഇല്ല, അത് റിപ്പൽ ചെയ്ത് തിരിച്ചു വരാനാണ് സാധ്യത. പക്ഷെ ഇവിടെ സർപ്രൈസിംഗ്ലി ഈ ഗോൾഡ് ഫോയിൽ തിരഞ്ഞെടുക്കാനുള്ളതിന്റെ കാരണം ഗോൾഡിന് വളരെ മാലിയബിലിറ്റി കൂടുതലാണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തി കനം കുറഞ്ഞ ഒരു തകിടാക്കി മാറ്റാനുള്ള ഒരു ശക്തിയില്ലേ. അങ്ങനെ ഗോൾഡിനെ വളരെ തിന്നായിട്ടുള്ളൊരു തകിടായിട്ട് മാറ്റാനായിട്ട് പറ്റും. അതായത് കുറച്ച് ആറ്റങ്ങളെ അതിന്റെ ആ ഒരു സർഫസിനകത്ത് കാണും, അത്രയും തിന്നാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഗോൾഡ് ഫോയിലിനകത്തൂടെ ആൽഫ പാർട്ടിക്കിൾ കടന്നു പോയപ്പോ ഈ തോംസന്റെ ആറ്റം മോഡലിലേതുപോലെ അത് റിപ്പൽ ചെയ്ത് വരികയല്ല ചെയ്തത്. പകരം എന്ത് ചെയ്തു? ഈ ആൽഫ പാർട്ടിക്കിളുകൾ ഇതിനകത്തൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, ആറ്റത്തിനകത്തൂടെ ഇത്തരത്തിൽ ഇത് കടന്നു പോകണമെങ്കിൽ ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ടും എന്താണ്? വേക്കന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. വളരെയധികം റേകൾ ഇതിനകത്തൂടെ ഈസി ആയിട്ട് കടന്നുപോയി. ചില റേസ് മാത്രം എന്ത് ചെയ്തു? വളരെ സ്ലൈറ്റ് ആയിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് കടന്നുപോയി. വളരെ കുറച്ച് മാത്രം, പോയിന്റ് വളരെ കുറച്ച് മാത്രം നേരെ തിരിച്ചു വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസും വേക്കന്റ് ആണ്. ആറ്റത്തിനകത്തുള്ള
കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് പോസിറ്റീവ് ചാർജ് ഇരിക്കുക, ഏതോ കുറച്ച് സ്ഥലത്ത് മാത്രം. ആ കുറച്ച് സ്ഥലത്ത് തട്ടിയവനാണ് ഇങ്ങനെ നേരെ തിരിച്ചു വന്നത്. ആ കുറച്ച് സ്ഥലത്തിന്റെ, അതായത് ഈ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നതിന്റെ അടുത്തൂടെ കടന്നു പോയവരാണ് ഇങ്ങനെ ജസ്റ്റ് ഡീവിയേറ്റ് ചെയ്തു പോയത്. ഇങ്ങനെ അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് എന്ന് പേരുള്ള ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനകത്താണ് ഒരു ആറ്റത്തിന്റെ മാസ് മൊത്തം ഇരിക്കുന്നത്, അതിനകത്താണ് പോസിറ്റീവ് ചാർജും ഇരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആറ്റം എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് വളരെ കുറച്ച് സ്ഥലത്ത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനകത്ത് പോസിറ്റീവ് ചാർജും അതിനകത്ത് ആറ്റത്തിന്റെ സകലമാന മാസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകത്തൂടെ, ഈ വെളിയിലുള്ള സ്ഥലത്തൂടെ കടന്നു പോയവരൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് കടന്നുപോയി. ഈ ന്യൂക്ലിയസിന്റെ അടുത്തൂടെ പോയ ആൾക്കാര് ഇങ്ങനെ ജസ്റ്റ് ഡീവിയേറ്റ് ചെയ്തു പോയി. ന്യൂക്ലിയസിൽ നേരെ വന്ന് തട്ടിയ വളരെ കുറച്ചു പേര് മാത്രമാണ് ഇങ്ങനെ തിരിച്ചു വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ പരാജയപ്പെടുകയാണ്. അങ്ങനെ ആറ്റത്തിന് മറ്റൊരു മോഡൽ, അതായത് ന്യൂക്ലിയസ് അടക്കമുള്ള മറ്റൊരു മോഡൽ ഉണ്ടാവുകയുണ്ടായി. അതെന്താ നോക്കാം. അങ്ങനെ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ റുദർഫോർഡ് അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ ആറ്റം മാതൃക പ്രപ്പോസ് ചെയ്യാണ്. എന്താണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റത്തിന്റെ മോഡലാണ് സൗരയൂഥ മാതൃക, സോളാർ സിസ്റ്റം മോഡൽ. എന്താണ് സൗരയൂഥ മാതൃക? അദ്ദേഹം ആറ്റത്തിനൊരു കേന്ദ്രമുണ്ടെന്നാണ് പറഞ്ഞല്ലേ, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതായത് നമ്മുടെ സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ടല്ലോ, സൂര്യൻ. ആ സൂര്യൻ എന്നുള്ള കേന്ദ്രത്തിനെ ചുറ്റി പ്ലാനറ്റുകളൊക്കെ കറങ്ങുന്നത് പോലെ അതിന് ചുറ്റുപാടും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു സൗരയൂഥം എങ്ങനെയാണോ അതേപോലെ സൗരയൂഥ മാതൃക എന്നാണ് അതിനെ വിളിക്കുന്നത്, ഈ ഒരു മോഡലിനെ വിളിക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാഗത്ത് സൂര്യൻ ഇരിക്കുന്നു, ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ കറങ്ങുന്നു. അതേപോലെ ആറ്റത്തിനകത്ത് കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ഇരിക്കുന്നു, ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ. അങ്ങനെ തോംസന്റെ ആറ്റം മോഡല് പരാജയപ്പെടുകയും അതിന് പകരമായിട്ട് മറ്റൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, നമ്മുടെ റുദർഫോർഡ് പറഞ്ഞത്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ഒരു ഗോൾഡ് ഫോയിലാണ് നടുക്ക് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് കടത്തിവിടുന്ന സമയത്ത് ഇതിനകത്തൂടെ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിളുകളും ഈസി ആയിട്ട് കടന്നുപോയി എം ടി സ്പേസിലൂടെ. ഇതാണ്ടില്ലേ, മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളും കടന്നുപോയി. ഇനി ന്യൂക്ലിയസിന്റെ വളരെ അടുത്തുകൂടെ സഞ്ചരിച്ചവർ മാത്രം ഡീവിയേറ്റ് ചെയ്ത് കടന്നുപോയി. ന്യൂക്ലിയസിലേക്ക് നേരെ വന്ന് തട്ടിയവർ മാത്രം എന്ത് ചെയ്തു, നേരെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതിലൂടെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റം മോഡലാണ് സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പോലെ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതാ ഇവിടെ സൂര്യൻ ഇങ്ങനെ സൗരയൂഥത്തിന്റെ സെന്റർ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ, അതിനെ ചുറ്റി ഇങ്ങനെ പ്ലാനറ്റുകൾ സഞ്ചരിക്കുന്നു. അതേപോലെ നമ്മൾ പറയുന്ന ഈ പോസിറ്റീവ് ചാർജ് മാസും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ് നടുക്കിരിക്കുന്നു, ആ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ആറ്റം മോഡൽ വളരെയധികം സ്വീകാര്യമായി എന്നുണ്ടെങ്കിലും കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫിസിക്സിലെ പല തിയറികളും പ്രകാരം ഇതിനൊരു പ്രശ്നം ഉണ്ടായി. ഇത്തരത്തിലൊരു പോസിറ്റീവ് ചാർജിനെ ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവഞ്ച്വലി ഈ ഇലക്ട്രോണിന്റെ ചാർജ് നഷ്ടപ്പെടുകയും അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു സംഭവം ശരിക്കും പറഞ്ഞ ആറ്റത്തിന് അത് നടക്കുന്നില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാ ആറ്റവും നശിച്ചു പോകൂലേ. അങ്ങനെ സംഭവിക്കുന്നില്ല, ഇവഞ്ച്വലി അത് ഇല്ലാതായി പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ്, അതിനൊരു ഡെഫിനറ്റ് എനർജി ഉണ്ടോ, എന്താണ് അവിടെ ആ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്തുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും റുദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ പറയുന്ന സൗരയൂഥ മാതൃകയും വളരെയധികം സ്വീകാര്യതയിലേക്ക് എത്തുകയുണ്ടായില്ല. പക്ഷെ തോംസന്റെ ആറ്റം മോഡലിനേക്കാളും കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ആറ്റം മോഡൽ ആയിരുന്നു സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ന്യൂക്ലിയസും കൂടെ ഉൾപ്പെടുന്ന ഒരു മാതൃകയാണ്. അപ്പോൾ ഇതിനുശേഷം മറ്റൊരു ആറ്റം മോഡൽ വന്നു, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന. അതിനുശേഷം പല ആറ്റം മോഡലുകളും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴും വരച്ചു പഠിക്കുന്ന ആ ഒരു ഡയഗ്രമുള്ള ആറ്റം മോഡൽ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ആറ്റം മോഡലാണ് നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ. അപ്പൊ ഈ ഒരു മോഡലിനെ പറയുന്നത് ബോർ മോഡൽ എന്നാണ്. ബോർ മോഡൽ എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്ത് കാണിക്കുന്നത് എന്താണ്, ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ന്യൂക്ലിയസിനെ ചുറ്റി ഒരു പ്രത്യേകമായിട്ടുള്ള ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയസിനെ ചുറ്റി ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഊർജ്ജ നിലകളിൽ ആ ഒരു എനർജി പാത്തിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഈ ഊർജ്ജ നിലകളെ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിച്ചു.
അതിന് പ്രത്യേകമായിട്ടുള്ള ഊർജ്ജ നിലകളുണ്ട്. ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു ഇരിക്കട്ടെ, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യും? ഈ ടീച്ചറെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും. അതായത് ന്യൂക്ലിയസുമായിട്ട് വളരെയധികം അട്രാക്ഷൻ കൂടുതലായിരിക്കും ഏറ്റവും ഫസ്റ്റിൽ ഇരിക്കുന്ന ഊർജ്ജ നിലകൾക്ക് അല്ലെങ്കിൽ ഷെല്ലുകൾക്ക്. ഇനി ബാക്ക് ബെഞ്ചിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ടീച്ചർ പറയുന്ന ഒന്നും പലതും കേൾക്കുന്നുണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റ് ബെഞ്ചില് അവരെന്ത് ചെയ്യും? അവരവിടെ ഇരുന്ന് ചോറുണ്ണയും റോക്കറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതായത് ഈ ലാസ്റ്റ് ഊർജ്ജ നിലകളിലേക്ക് പോകുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഇലക്ട്രോണുകൾക്കൊക്കെ വളരെയധികം എനർജി കൂടുതലാണ്, ഊർജം കൂടുതലാണ്. പക്ഷെ ന്യൂക്ലിയസിലേക്കുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അതായത് ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകും തോറും ഊർജ്ജ നിലകൾ, അതായത് എനർജി ലെവൽ കൂടി വരുന്നു. പക്ഷെ അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? കുറഞ്ഞും വരുന്നു. നമ്മൾ ഈ ക്ലാസ് റൂം വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. എന്താ? ഏറ്റവും ഫസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഏറ്റവും ലാസ്റ്റിലിരിക്കുന്നവർക്കാണെങ്കിൽ ന്യൂക്ലിയസിലേക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ എനർജി നേരെ തിരിച്ച്. ഏറ്റവും ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് എനർജി കുറവായിരിക്കും. അവർ റോക്കറ്റ് ഒന്നും ഉണ്ടാക്കാനിരിക്കില്ല, അവർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവരായിരിക്കും അവിടെ ഇരുന്ന് വൈബ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഊർജ്ജ നിലകൾ കൂടി വരികയും ചെയ്യും. ഓക്കെ, നീൽസ് ബോർ പറഞ്ഞിട്ടുള്ള ആറ്റം മോഡൽ പ്രകാരം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഇരിക്കുന്നു. അതിനെ ചുറ്റി ഡെഫിനറ്റ് ആയിട്ടുള്ള ഊർജ്ജ നിലകളിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ ചുറ്റി സഞ്ചരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അതായത് ഒരു ആറ്റത്തിന്റെ മാസ്, ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസിനകത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ തമ്മിൽ കൂട്ടിയാൽ ആറ്റോമിക് മാസ് കിട്ടും. ആറ്റോമിക് മാസിനെ ക്യാപിറ്റൽ എ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അടുത്തായിട്ട് ആറ്റോമിക് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടോണിന്റെ നമ്പർ ആണ് ആറ്റോമിക് നമ്പർ. ഇസഡ് എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കും. ഇസഡ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് ആണ്, ആറ്റോമിക് നമ്പർ ആണ്, അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ നമ്പർ ആണ്. ഓക്കെ, അടുത്തായിട്ട് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എന്നിവർ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുണ്ട്. ആറ്റോമിക് നമ്പറുകൾ സെയിമും ആറ്റോമിക് മാസ് വ്യത്യസ്തവുമായിട്ടുള്ളവരെ എന്ത് വിളിക്കും? ഐസോടോപ്പ് എന്ന് വിളിക്കും. ആറ്റോമിക് നമ്പർ സെയിം എന്ന് പറഞ്ഞാൽ അത് ഒരേ മൂലകത്തിൻ്റെതാണ്. അതായത് ഒരേ മൂലകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മാസ് ഉള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അടുത്ത ആരാ? ഐസോബാർ എന്ന് പറയുന്ന ആരാ? അത് വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളായിരിക്കും, വ്യത്യസ്ത ഫാമിലിയിലുള്ളവരായിരിക്കും. പക്ഷെ അവരുടെ മാസ് സെയിം ആയിരിക്കും. മാസ് സെയിമും ആറ്റോമിക് നമ്പർ വ്യത്യസ്തവുമാണെങ്കിൽ ഐസോബാർ ആയിരിക്കും. അതായത് ബാറിൽ പോയിട്ട് കണ്ടുമുട്ടുന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരേ മാസ് നമ്പർ ഉള്ളവരാ, വ്യത്യസ്ത ഫാമിലി എന്നുള്ളവരായിരിക്കും. പക്ഷെ അവര് സെയിം വൈബായിരിക്കും വിചാരിക്കുക. അതായത് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ആറ്റോമിക് നമ്പർ വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്ത മൂലകങ്ങളായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഐസോബാറുകൾ. അടുത്തായിട്ട് ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ന്യൂട്രോണിന്റെ നമ്പർ സെയിം ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിളുകളാണ്. ഐസോടോപ്പിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈഡ്രജന്റെ 3 ആറ്റങ്ങളായിട്ടുള്ള 3 ഐസോടോപ്പുകളായിട്ടുള്ള പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, അത് പഠിക്കണം, മറന്നുപോകരുത്. ഈ പ്രോട്ടിയമാണ് മോസ്റ്റ് കോമൺലി കാണാറുള്ളത്. അപ്പൊ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവര്. പിന്നെ ഐസോബാറിന്റെ എന്ന് പറയുമ്പോൾ നോക്കിയേ, ആർഗൺ, ക്രിപ്റ്റൺ, കാൽസ്യം. ഇതിന്റെ രണ്ടിന്റെ മാസ് സെയിം അല്ലേ? 40 ആണ് 3ന്റെ മാസ്. പക്ഷെ ആറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്, വ്യത്യസ്ത മൂലകങ്ങളുമാണ്. പക്ഷെ ഇവിടെ നോക്കിയ ഹൈഡ്രജൻ തന്നെയാണ് എല്ലാം, പക്ഷെ ഇവിടെ വ്യത്യസ്ത മൂലകങ്ങളാണ്, ആറ്റോമിക് നമ്പർ മാറിയല്ലോ. അതുകൊണ്ട് ഇവരാണ് ഐസോബാർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഐസോട്ടോണുകളാണ്. അതായത് ഇവിടെ കാർബണും ഓക്സിജനുമാണ് തന്നിട്ടുള്ളത്. ഈ മാസിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയേ, 14-6, ഇവിടെയാണെങ്കിൽ 16-8. ഇതിലെ ന്യൂട്രോണിന്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരും. അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. നമ്മൾ ബോറിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇതുപോലെയാണ്. ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ഇരിക്കുന്നു, ഒന്നാണല്ലോ ആറ്റോമിക് നമ്പർ. ഇതിനെ ചുറ്റി ഒറ്റൊരു ഇലക്ട്രോണേ ഉള്ളൂ, അതിങ്ങനെ സഞ്ചരിക്കുന്നു. ഇനി കാർബണിന്റെ ആണെങ്കിൽ കാർബണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? 6 ആണ്. അപ്പോൾ ഈ 6 എന്നുള്ള ആറ്റോമിക് നമ്പർ ഉള്ള കാർബൺ എന്ത് ചെയ്യുന്നു? ഇതിന്റെ നടുക്ക് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉണ്ട്. അതിനെ ചുറ്റി ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇതിൽ ആദ്യത്തെ ഷെല്ലില് 2 എണ്ണം, രണ്ടാമത്തേല് മാക്സിമം 8 എണ്ണമാണ് കൊള്ളുക. ഇവിടെ 4 എണ്ണേ ഉള്ളൂ, ആ 4 എണ്ണം ഇങ്ങനെ സഞ്ചരിക്കുന്നു.
അതായത് ഇവിടെ ആ ഒരു കാര്യവും കൂടെ നമ്മൾ നോക്കണം. ഒരു ഷെല്ലിനകത്ത് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. 2n². അപ്പോൾ ഒന്നാമത്തെ ഊർജ്ജ നില, ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ 1 പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 1² എന്ന് പറയുമ്പോൾ 2 എന്ന് തന്നെ വരും. അതായത് ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം 2 എണ്ണമായിരിക്കും കൊള്ളുക. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് n പകരം 2 ഇട്ട് കൊടുക്കുക. 2 × 2² അതായത് 2 × 4 എത്ര വരും? 8. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 എണ്ണം കൊള്ളും. മൂന്നാമത്തെ ഷെല്ലിൽ n പകരം 3 ഇട്ട് കൊടുക്കുക. 2 × 3² 3² എന്താ? 9 അല്ലേ? 2 × 9 18 എണ്ണമാണ് മൂന്നാമത്തെ ഷെല്ലിൽ കൊള്ളുക. ഓക്കെ, അത് ആ തരത്തിൽ. നാലാമത്തേലാണെങ്കിൽ 32 എണ്ണമാണ് കൊള്ളുക. അതായത് 2, 8, 18, 32 എന്നിങ്ങനെയാണ് മാക്സിമം ഈ ഷെല്ലുകളിനകത്ത് കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല 2n² എന്ന് പറയുന്നത്. n പകരം ആ ഷെല്ലിന്റെ നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിയേ, നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാ. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് എന്താ നമ്മുടെ ചോദ്യം? ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. ഇതിലെ ശരിയായ പ്രസ്താവന എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻ തന്നെ അതായിരുന്നല്ലോ. ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ ഊർജ്ജം നഷ്ടമായിട്ട് അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കും എന്നുള്ളതായിരുന്നു അതിന്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്തതായിട്ട്, തോംസന്റെ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. വലിയൊരു പ്രസ്താവനയാണ്. സംഭവമൊന്നുമില്ല, ഇങ്ങനെ ഒരു തണ്ണിമത്തം വരച്ച് അതിൽ കഴിക്കാൻ പറ്റുന്ന ചുവന്ന ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം പോസിറ്റീവ്. അതിനകത്തെ കുരു ആയിട്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം, അതായത് ഈ വിത്തുകളെല്ലാം എന്താ? അതൊക്കെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുമാണ് എന്നാ പറഞ്ഞത്. ശരിയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ തണ്ണിമത്തൻ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ എന്താ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? 1 മാത്രം ശരി, 1 2 ശരി, 1 2 തെറ്റ്, 2 മാത്രം ശരി. നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം എന്താ? ആറ്റോമിക് നമ്പർ 13ഉം മാസ് നമ്പർ 22ഉമായ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഒരു ലോജിക്ക് പ്രകാരം നമ്മൾ ചിന്തിച്ച ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും മാത്രമാണുള്ളത്. അതായത് ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ്. അപ്പൊ പിന്നെ ന്യൂട്രോണിന്റെ നമ്പർ എന്താ? ആറ്റോമിക് നമ്പറിൽ നിന്നും പ്രോട്ടോണിന്റെ നമ്പർ അങ്ങ് മൈനസ് ചെയ്താൽ ന്യൂട്രോണിന്റെ നമ്പർ കിട്ടില്ലേ? അതായത് 22ൽ നിന്നും 13 മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 9 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മുടെ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ബി ആണ്, 9 ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആറ്റം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കവർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആറ്റം മോഡലുകളും ആറ്റത്തിനകത്തെ സബ് ആറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിളുകളുമാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയം എടുക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങുന്ന ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഈ ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുമെങ്കിലും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നമ്മുടെ 27 ടോപ്പിക്കിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.